ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് റിവ്യൂ ടൈം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡിൽ വർഷയും റോഷനും അങ്ങനെ കല്യാണത്തിന് കാറിൽ ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ റോഷൻ വർഷേൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, വർഷ നിൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്നെ അറിയില്ലേന്ന്. അപ്പോൾ തിരിച്ച് വർഷ പറയണ അതെ അറിയാമെന്ന് പറയുകയാണ്. അപ്പോൾ തിരിച്ച് റോഷൻ പറയാണ്, അതിനോ എനിക്കറിയാം, നീ എന്നെക്കുറിച്ച് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയാണ്. പിന്നീട് വർഷ നിൻ്റെ ഹെയർ സ്റ്റൈൽ കൊള്ളാം, പക്ഷേ ഈ മുന്നിലൊക്കെ ഇട്ട മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് വർഷയുടെ ഹെയറിൽ ഇങ്ങനെ ടച്ച് ചെയ്യാണ്. അപ്പോൾ വർഷ അത് ഇഷ്ടപ്പെടാതെ കൈ തട്ടി മാറ്റുകയാണ്. അപ്പോൾ റോഷൻ തിരിച്ച് പറയാണ്, വർഷ യു ആർ മൈ വൈഫ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയായിരിക്കണം, ഇനി കല്യാണ മണ്ഡപത്തിലേക്ക് നീ ഇറങ്ങുമ്പോൾ നിൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഞാൻ ആദ്യമേ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാണ് വർഷേൻ്റെ അടുത്ത്. അപ്പോൾ വർഷ അങ്ങനെ ഒരുമാതിരി ഒരു നോട്ടം നോക്കുകയാണ്. പിന്നീട് ചോദിക്കുകയാണ്, വർഷ നിൻ്റെ കയ്യിലത്തെ റിങ് എവിടെ, നീ റിങ് ഇട്ടിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷ ഞാനത് മറന്നുപോയി, പിന്നെ അത് കളഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടാത്തതാണ്, അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള റിങ് അല്ലേ എന്ന് പറയാണ്. അപ്പോൾ റോഷൻ തിരിച്ച് പറയണം, അതെ വർഷ എക്സ്പെൻസീവ് ആയതാണ്, പിന്നെ ഞാൻ നിനക്ക് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് അല്ലേ, അപ്പോൾ നിനക്കത് ലൈഫ് ലോങ് സൂക്ഷിക്കണമെന്നുണ്ടാകും, എനിക്കത് മനസ്സിലായി എന്ന് പറയാണ്. പിന്നീട് വർഷ പറയാണ്, റോഷൻ കുറച്ച് സ്പീഡിൽ ഓടിച്ചൂടെ വണ്ടി. റോഷൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാണ് വർഷ സ്പീഡിൽ പോകുന്നത്, ഇതിപ്പോൾ നിൻ്റെ കല്യാണമൊന്നുമല്ലല്ലോ. അപ്പോൾ അത് കേട്ട പാടെ വർഷ അതെ അല്ല എൻ്റെ കല്യാണമൊന്നുമല്ല, അല്ല നമുക്ക് മുഹൂർത്തത്തിന് മുന്നേ എത്താലോ എന്ന് കരുതി പറഞ്ഞതാണ്. അപ്പോൾ റോഷൻ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടാളും ക്ഷേത്രത്തിലെത്തുകയാണ്. അങ്ങനെ വർഷ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുന്ന് രഘുവിനെ കാണുകയാണ്. രഘുവിനോട് ജസ്റ്റ് ഒരു ഹായ് പറയുകയാണ്. അങ്ങനെ റോഷൻ കാറിൽ നിന്ന് ഇറങ്ങി, വർഷ ഇവിടെയാണോ മാരേജ് ഫംഗ്ഷൻ, ഇവിടെ നിന്നിട്ട് ക്രൗഡിനൊന്നും കാണാനില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ വർഷ തിരിച്ച് പറയാണ്, ഇതൊരു അമ്പലത്തിൽ വെച്ചുള്ള ഫംഗ്ഷൻ അല്ലേ, പിന്നെ അവരൊക്കെ എത്തിക്കോളും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ തിരിച്ച് റോഷൻ വർഷയുടെ അടുത്ത് ചോദിക്കുകയാണ്, വർഷ എന്നെ കാണാൻ ഭംഗിയുണ്ടോ, എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കൊള്ളാവോ, അതോ ഞാൻ ഇനി തൊട്ടടുത്തുള്ള പാർലർ പോയിട്ടൊന്ന് മിനുക്കി വരണമെന്ന്. അപ്പോൾ വർഷ തിരിച്ച് ചോദിക്കുകയാണ്, അതെന്താ നിൻ്റെ കല്യാണമാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റോഷൻ പറയുകയാണ്, നിൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതല്ലേ, അപ്പോൾ ഞാൻ കുറച്ചൊരു മെനയിൽ നിൽക്കേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ വർഷ അതൊന്നും കുഴപ്പമില്ല. പിന്നെ വർഷ ചോദിക്കുകയാണ്, റോഷൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ, ഞാൻ ആക്ച്വലി ഗിഫ്റ്റൊക്കെ മേടിക്കാൻ മറന്നുപോയി, അപ്പോൾ ഒരു ഗിഫ്റ്റ് മേടിച്ച് വരാമോ എന്ന് പറയുകയാണ് റോഷൻ്റെ അടുത്ത്. അപ്പോൾ റോഷൻ അവിടെ അടുത്തൊരു മാളുണ്ട്, ഞാൻ അവിടെ പോയി ഗിഫ്റ്റ് മേടിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് റോഷൻ തിരിച്ച് കാറിലേക്ക് കയറുകയാണ്. അങ്ങനെ വർഷ ദേവുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ശ്രീകാന്ത് എത്തിയോന്ന്. അപ്പോൾ ദേവ് പറയുകയാണ്, ഇല്ല ശ്രീകാന്ത് എത്തിയിട്ടില്ല, പൂജാരി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വർഷ പറയുകയാണ്, ഒരുപാട് നന്ദിയുണ്ട്, നീ ചെയ്ത ഹെൽപ്പിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ദേവ് തിരിച്ച് പറയുകയാണ്, എനിക്ക് പേടിയുണ്ട്, പക്ഷേ ശ്രീകാന്തിനെ ആലോചിച്ച് മാത്രമാണ് ഞാൻ ഇതിന് സപ്പോർട്ട് നിന്നതെന്ന് പറയുകയാണ്. അതുമാത്രമല്ല വീട്ടിലറിയാതെ അല്ലേ ഈ വിവാഹം കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞുകൂടെ, ഇനിയും ടൈം ഉണ്ടല്ലോ എന്ന് ദേവ് ചോദിക്കുകയാണ് തിരിച്ച് വർഷേൻ്റെ അടുത്ത്. അപ്പോൾ വർഷ പറയാണ്, അവരുടെ സമ്മതത്തോടു കൂടി ഒരിക്കലും ഈ വിവാഹം നടക്കില്ല. അപ്പോൾ വർഷ പറയാണ്, ഞാനും ശ്രീകാന്തും തെറ്റൊന്നും ചെയ്യുന്നില്ല ദേവു, ഞങ്ങൾ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കുകയാണെന്ന് പറയുകയാണ്. അതിലിപ്പോൾ എന്താ തെറ്റെന്ന് ചോദിക്കുകയാണ്. അതുമാത്രമല്ല വീട്ടുകാരുടെ പിണക്കത്തിനൊക്കെ 2-3 മാസത്തെ ആയുസ്സേ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ അവരത് മറക്കും എന്ന് പറയാണ്. അങ്ങനെ വർഷ ദേവുവിനെ സമാധാനിപ്പിക്കുകയാണ്, നീ ഭയപ്പെടുകയൊന്നും വേണ്ട, എല്ലാം നന്നായി തന്നെ നടക്കുമെന്ന് പറഞ്ഞ് വർഷ ദേവുവിനെ സമാധാനിപ്പിക്കുകയാണ്. മാത്രമല്ല ഞങ്ങളുടെ കല്യാണത്തിന് കൂട്ടുനിന്നതുകൊണ്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വർഷ ദേവുവിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ വർഷ ഈ ഹാരം ഞങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുകയാണ് ദേവുവിൻ്റെ അടുത്ത്. അപ്പോൾ ദേവു അതെ. അപ്പോൾ ദേവ് തിരിച്ച് പറയാണ്, വർഷ തൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടാളും കൂടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വർഷയും ഫ്രണ്ട്സും തമ്മിൽ മീറ്റ് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സ് ദേവുവിൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങളോട് കല്യാണം വൈകി കഴിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ വർഷ തിരിച്ച് ചോദിക്കുകയാണ്, സാരി മേടിച്ചില്ലേന്ന്. അങ്ങനെ അവർ സാരി കൈമാറുകയാണ്. അങ്ങനെ ദേവും വർഷയും കൂടി പിന്നീട് സാരി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ചിങ് റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ ശ്രീകാന്തും രേവതിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണ്. അപ്പം അവരെത്തി. അപ്പോൾ ശ്രീകാന്ത് എടത്തിയോട് പറയാണ്, എടത്തി ഇവിടെ നിന്നോ, വർഷ വന്നിട്ടുണ്ടാവും, ഞാൻ പോയി നോക്കട്ടെ. അപ്പോൾ രേവതി തിരിച്ച് ചോദിക്കുകയാണ്, വർഷ വന്നിട്ടുണ്ടാവും, എന്നാൽ ഞാൻ വർഷയോട് പോയി സംസാരിക്കാമെന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത്, വേണ്ട എടത്തി, ഞാൻ വർഷയോട് പറഞ്ഞിട്ടില്ല എടത്തി ഇവിടെ വന്നിട്ടുണ്ടാവുമെന്ന്, അപ്പോൾ ചിലപ്പം അത് വർഷയ്ക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് എടത്തി ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട് വർഷയോട് സംസാരിച്ചിട്ട് വർഷയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി അത് സമ്മതിക്കുകയാണ്. അതെ, പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ വർഷയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതുകൊണ്ട് നീ പോയിട്ട് അവളോട് സംസാരിക്കുക, എന്നിട്ട് അവളെയും കൂട്ടി വായോ എന്ന് പറയുകയാണ്.
അങ്ങനെ രേവതി പൂക്കടയിലേക്ക് പോവാണ്. അപ്പോൾ രേവതി ചിന്തിക്കുകയാണ്, ദേവു ഇവിടെ പോയി, ദേവുവിനെ കാണാനില്ലല്ലോ എന്ന്. അത് പറഞ്ഞ് രേവതി ഇങ്ങനെ പൂ കോർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചി അവിടേക്ക് വരികയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ രേവതിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു കല്യാണം ഉണ്ടല്ലോ, ദേവു മാല കോർക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതി ആണോ, ആരുടെ കല്യാണമാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചേച്ചി പറയാണ്, ഒളിച്ചോടി വന്നിട്ടുള്ള കല്യാണമാണെന്ന് തോന്നുന്നു, എന്തായാലും മാല നീ എടുത്തു കൊടുക്കണം, കാരണം നിൻ്റെ കൈകൊണ്ട് എടുത്തു കൊടുത്താൽ അത് ഐശ്വര്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാണ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ് വർഷ എവിടെയെന്ന്. അപ്പോൾ വർഷ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് വർഷയെ കാണിക്കുന്നത്. വർഷ സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരി ഒരു കല്യാണ പെൺകുട്ടിയായിട്ട് വർഷ ഇങ്ങനെ നടന്നു വരികയാണ്. ശ്രീകാന്ത് അത്ഭുതത്തോടു കൂടി വർഷയെ നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് കണ്ണെടുക്കാതെ വർഷയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയാണ്, മതിയേടാ നോക്കിയത്, നിനക്ക് നീ കല്യാണം കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ നോക്കാമല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീകാന്തിനോട് ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് അവൻ്റെ ഡ്രസ്സ് കൈമാറുകയാണ്. അപ്പോൾ വർഷ ചോദിക്കുകയാണ്, ശ്രീകാന്ത് അവർ വന്നില്ലേ എന്ന്. അപ്പോൾ ശ്രീകാന്ത് അവർ വന്നിട്ടുണ്ട്, പുറത്തുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപാടെ ദേവുവിനൊരു കൺഫ്യൂഷൻ. അപ്പോൾ ദേവു ആരാണ് ശ്രീകാന്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഞാൻ പറയാം, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ കൂടെ വർഷയും പോവാണ്. എന്നിട്ട് ശ്രീകാന്ത് എന്ന് വിളിച്ചിട്ട് താങ്ക്സ് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാ വർഷ, എന്തിനു വേണ്ടിയിട്ടാണ് താങ്ക്സ് പറഞ്ഞതെന്ന്. അപ്പോൾ വർഷ പറയാണ്, എനിക്ക് വേണ്ടി നീ വന്നല്ലോ, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മറ്റാരാണെങ്കിലും ഈ പ്രശ്നം ഭയന്ന് എന്നെ ഉപേക്ഷിച്ചേനെ, പക്ഷെ നീ എന്നെ കൈവിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ കൈ ചേർത്ത് പിടിക്കുകയാണ് വർഷ. ഞാൻ പറഞ്ഞത് നീ കേട്ടു, എൻ്റെ ആഗ്രഹത്തിന് നീ കൂട്ടുനിന്ന് ഒരുപാട് സ്നേഹത്തോടു കൂടി വർഷ പറയുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത്. ഈ ഒരു സ്നേഹം ജീവിതകാലം മുഴുവൻ നമുക്കിടയിൽ വേണമെന്ന് വർഷ പറയുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത്. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. വർഷ ഇങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുകയാണ്. തിരിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. രണ്ടുപേരും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് ഫ്രണ്ട്സ് ചോദിക്കുകയാണ്. തിരിച്ച് ശ്രീകാന്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണ് വർഷ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ പൂജാരിയെ കാണുകയാണ്. അങ്ങനെ പൂജാരി പറയുകയാണ് ഇവരുടെ അടുത്ത് നന്നായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ പറയുകയാണ്. രണ്ടാളോടും പരസ്പരം മാലകൾ എടുക്കാൻ വേണ്ടിയിട്ട് പൂജാരി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വർഷ ഒരുപാട് ആവേശത്തോടു കൂടി പെട്ടെന്ന് തന്നെ ശ്രീകാന്തിൻ്റെ കഴുത്തിലേക്ക് മാല ചാർത്താൻ പോവുകയാണ്. അപ്പോൾ പൂജാരി പറയാണ്, എന്താ ഇത്, പയ്യനാണ് ആദ്യം മാല ഇടേണ്ടതെന്ന്. അങ്ങനെ പൂജാരി ശ്രീകാന്തിനോട് മാലയിടാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ശ്രീകാന്തും വർഷയും ഒരുപാട് സ്നേഹത്തോടു കൂടി പരസ്പരം മാല ചാർത്തിയിരിക്കുകയാണ്. അങ്ങനെ പുറത്ത് നിൽക്കുന്ന രേവതി ആലോചിക്കുകയാണ്, എത്ര സമയമായി ശ്രീകാന്തിനെ കാണുന്നില്ലല്ലോ, എത്ര സമയമായിട്ടും ശ്രീകാന്ത് എന്താ വരാത്തതെന്നും പറഞ്ഞുകൊണ്ട് രേവതി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവാണ്. പെട്ടെന്ന് തന്നെ ശ്രീകാന്തിൻ്റെ മുഖം വല്ലാതായിരിക്കുകയാണ്. അപ്പോൾ വർഷ ചോദിക്കുകയാണ്, എന്താ ശ്രീകാന്ത്, എന്താ മുഖം വല്ലാതിരിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് വീട്ടിലറിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാണ് തിരിച്ച് പറയുന്നത്. അച്ഛനും അമ്മയും സച്ചുവേട്ടനൊക്കെ. അപ്പോൾ തിരിച്ച് വർഷ പറയാണ്, അവർ ദേഷ്യപ്പെടും, വഴക്ക് പറയും, ചിലപ്പോൾ തല്ലും, അതോടുകൂടി ഈ വിഷയം അവസാനിക്കും ശ്രീകാന്ത്. ഇപ്പം നമ്മുടെ കല്യാണം നടക്കുവാണ്, അത് കഴിഞ്ഞ് എന്ത് നടക്കുമെന്ന് ആലോചിച്ച് ഈ നല്ല മുഹൂർത്തം നീ നശിപ്പിക്കാതെ എന്ന് പറയാണ്. ഈ നിമിഷം നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്ന് പറയാണ് വർഷ. പ്രാർത്ഥിക്കാൻ പറയാണ്. അങ്ങനെ നമ്മുടെ പൂജാരി പൂജിച്ച താലിയുമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരികയാണ്. അങ്ങനെ ഇരുവർക്കും പരസ്പരം താലി കൈമാറുകയാണ്. ശ്രീകാന്ത് ഇങ്ങനെ താലി പിടിച്ച് നിൽക്കുകയാണ് വർഷയെ താലി ചാർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ശ്രീകാന്തിനെ കാണാനില്ലല്ലോ, എന്തായാലും അകത്ത് ചെന്ന് നോക്കാമെന്നുള്ള ഭാവത്തിൽ രേവതി ഉള്ളിലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ കൂട്ടുകാരുടെ ആശീർവാദത്തോടു കൂടി വർഷയും ശ്രീകാന്തും പരസ്പരം താലി ചാർത്തുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ആ സമയത്താണ് നമ്മുടെ രേവതി ഇങ്ങനെ കടന്നു വരികയാണ്. ആ താലി കെട്ടുന്ന സ്ഥലത്തേക്ക് രേവതി ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർഷ പെട്ടെന്ന് കരയുകയാണ്. അപ്പോൾ സന്തോഷം കൊണ്ടാണ് കരയുന്നതെന്നാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നത്. പിന്നീട് പൂജാരി അവരോട് ശ്രീകാന്തിൻ്റെ അടുത്ത് സിന്ദൂരം വർഷയുടെ നെറുകയിൽ ചാർത്താൻ പറയുകയാണ്. നമ്മുടെ നമ്പൂതിരി ശ്രീകാന്തിനെയും വർഷയെ അനുഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ് രണ്ടാളോടും. അങ്ങനെ രേവതി ഇങ്ങനെ ഇവരെ അന്വേഷിച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നമുക്ക് നാളത്തെ എപ്പിസോഡ് ഇനി എന്താവും നോക്കാം. അപ്പോൾ എല്ലാവരും ഈ റിവ്യൂ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തണം. സോ താങ്ക് യു.